ഒരു ജംഗ്ഷനിൽ നിന്നാൽ 3 നിയമസഭാ മണ്ഡലങ്ങൾ കാണാനാകും. 3 ഗ്രാമപഞ്ചായത്തുകൾ അതിർത്തി പങ്കിടും. അത്തരമൊരു സ്ഥലമുണ്ട് വയനാട്ടിൽ, നടവയൽ. അതിനാൽ തന്നെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗങ്ങൾ വളരെ വേറിട്ട ഒരു അനുഭവം തന്നെയാണ്. എനിക്ക് പിറകിലുള്ള ജംഗ്ഷന് ഒരു കൗതുകമുണ്ട്. 3 പഞ്ചായത്തുകളും 3 നിയോജക മണ്ഡലങ്ങളും ഇവിടെ അതിർത്തി പങ്കിടുന്നു. നടവയൽ വയനാട്ടിലേക്കുള്ള ആദ്യകാല കുടിയേറ്റത്തിന്റെ ഭൂമിക. ഈ ജംഗ്ഷന്റെ ഒരു ഭാഗം മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ പനമരം പഞ്ചായത്ത്, മറ്റൊരു ഭാഗം കൽപ്പറ്റയ്ക്ക് കീഴിലെ കണിയാമ്പറ്റ, വേറൊരു ഭാഗം സുൽത്താൻ ബത്തേരിയിൽ ഉൾപ്പെടുന്ന പൂതാടി പഞ്ചായത്ത്. നടവയലിന് സ്വന്തമായി ഒരു പഞ്ചായത്തില്ല. 3 പഞ്ചായത്തുകളിലും നടവയൽ ഉണ്ട്. ഇവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചിത്രങ്ങളും പലതാണ്. വയനാട്ടിലെ ആദ്യകാല കുടിയേറ്റം നിർമ്മിച്ചെടുത്ത മണ്ണാണിത്. എനിക്കൊന്ന് മലബാറിൽ തന്നെ ആദ്യം ഒരുപാട് സ്ഥലത്തോട്ട് പോയിട്ട് ആൾക്കാർ നടവിൽ വന്നു കൂടി. അങ്ങനെ നടവയിൽ ഡെവലപ്പ് ചെയ്തതാണ്. 48 ഇവിടെ കുടിയേറ്റം, ഇവിടെ കുടുംബതാമസം തുടങ്ങി, സ്കൂള് തുടങ്ങി. അതിനുശേഷം അവിടുന്ന് അന്നത്തെ ആൾക്കാരുടെ വേർപ്പും കിതപ്പും കുതിപ്പും ഒക്കെ കൂടി ചേർന്നാണ് ഇന്നത്തെ നടവയിൽ. പക്ഷേ ഇന്നത്തെ നടവയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കണിയാപുരം പഞ്ചായത്തിലെ നടവയിലാണ്. ഒരു 3 മീറ്റർ അപ്പുറത്തേക്ക് മാറിയാൽ ഞാൻ പൂതാടി പഞ്ചായത്തിലെ നടവയിലാവും. 3 തൊട്ടപ്പുറത്തേക്ക് മാറിയാൽ ജംഗ്ഷനിൽ അപ്പുറത്തേക്ക് മാറിയാൽ പനവരം പഞ്ചായത്തിലെ നടവയിലാവും. നടവയലിന് സ്വന്തമായി ഒരു പഞ്ചായത്ത് വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വന്യമൃഗശല്യവും കാർഷിക പ്രശ്നവും എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ നാട്ടിൽ പ്രതിഫലിക്കാറുണ്ട്. ഇപ്പോൾ വയനാട് ജില്ലയിൽ വന്യമൃഗങ്ങളുടെ ശല്യമില്ലാത്ത ഞാൻ മനസ്സിലാക്കുന്ന ഇടവക പഞ്ചായത്ത് മാത്രമേ ഉള്ളത്. ബാക്കി മുഴുവൻ പഞ്ചായത്തിലും ഒരു സംഭവവും കൃഷി ചെയ്യാൻ കഴിയില്ല. പന്നിയായിട്ടും ആനയായിട്ടും പിന്നെ കുരങ്ങായിട്ടും മയിലായിട്ടും അടുത്തത് മാനായിട്ടും കൃഷിക്കാർ കൃഷി ഉപേക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സ്വാഭാവികമായി ഒന്നും ചെയ്യണ്ട, തന്നെ വനത്തിന്റെ അതിർത്തി വർദ്ധിച്ചു വരും. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്നാട്ടുകാർ 3ആയി വിഭജിക്കപ്പെടും. വോട്ടുകൾ അത്രയും ഓരോ വാർഡിലേക്ക് മാറും. 3 പഞ്ചായത്തുകളിലെങ്കിലും ഈ വാർഡുകളുടെ പേരെല്ലാം നടവയൽ എന്നു തന്നെയാണ്. ഒരുപക്ഷെ 3 വോട്ടർ പട്ടികയിലും ഒരു നാടിന്റെ പേര് അടയാളപ്പെടുന്ന അനുഭവം കേരളത്തിൽ തന്നെ അപൂർവതയാകാം. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.